ഒരു യുദ്ധത്തിൽ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. മിലിറ്ററി ഒബ്ജക്ട്സിനെതിരെ, മിലിറ്ററി പേഴ്സണാലിറ്റീസിനെതിരെ, സൈനിക വാഹനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാം. അത് തീർച്ചയായും സെൽഫ് ഡിഫെൻസിനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോട്ടീവ്സിനായോ ചെയ്യാം. പക്ഷേ നിസ്സഹായരായ വ്യക്തികളുടെ നേരെ ആക്രമണം അരുത്. അതിനെ യുദ്ധമെന്ന് പറയാനാവില്ല, അതിനെ കാടത്തം എന്നേ പറയാനാവൂ. ഞാൻ പറഞ്ഞു വരുന്നത് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രയേലിന്റെ ഭാഗത്ത് നടന്ന ഒരു കിരാതമായ ആക്രമണം. 15 റെഡ് ക്രസന്റ് യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് 15 പേരാണ് യൂണിഫോമിൽ, അവരുടെ സേവന മധ്യേ യൂണിഫോമിൽ ചുട്ടരിച്ചു കൊല്ലപ്പെട്ടത്. ഒരു ആംബുലൻസ് വരുന്നു, റെഡ് ക്രസന്റിന്റെ ഒരു ആംബുലൻസ് വരുന്നു, അത് അമേരിക്കൻ ആക്രമണത്തിൽ തകരുന്നു. അത് ഒരുപക്ഷെ യുദ്ധത്തിൽ മുറിവേറ്റ ആളുകളെ ഒരു ഗ്രാമത്തിൽ, റഫ അതിർത്തിയിലാണ്, ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ഗസയുടെ തെക്കേ അതിർത്തിയിലുള്ള ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് റഫ. റഫയുടെ സമീപത്തുള്ള ഒരു ആംബുലൻസ്, അതിലേ പോയ ഒരു ആംബുലൻസ് ആക്രമിക്കപ്പെടുന്നു. ഏതാനും പേര് മരിച്ചു എന്ന് കണ്ടുകൊണ്ട് മറ്റൊരു ആംബുലൻസിൽ ആളുകൾ വരികയാണ്. റെഡ് ക്രസന്റിന്റെ, ഇത് ആതുര രംഗത്ത് പ്രവർത്തിക്കുന്ന ബോഡിയാണല്ലോ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ്. അപ്പം അവർ വരികയാണ്. ആ റെഡ് ക്രസന്റിന്റെ വാനിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. കുറച്ചുപേരെ ജീവനോടെ പുറത്തു വരുന്നു. ആക്രമണത്തിൽ ജീവനോട് അവശേഷിച്ച 15 പേര് പുറത്തു വരുന്നു. അവരെ സൈനിക യൂണിഫോമിൽ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ്. ഒരു വലിയ ബുൾഡോസർ വന്ന് വലിയൊരു കിടങ്ങ് പോലെ കുഴിയെടുത്തതിന് ശേഷം ഈ ശരീരങ്ങൾ അവിടെ ഇട്ടതിന് ശേഷം മറവ് ചെയ്യുകയാണ്. അപ്പം ഇത് തീർത്തും കിരാതമായ ഒരു ആക്രമണമാണ്. കാരണം റെഡ് ക്രസന്റിന്റെ ആളുകൾ സഹായിക്കാനായിട്ട് വന്നവരാണ്, മുറിവേറ്റവരെ ശുശ്രൂഷിക്കാനായി വന്നവരാണ്. അവർ ഹമാസിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു പക്ഷേ ഈ മധ്യപൗരസ്ത്യ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം വേൾഡിൽ ഒക്കെ സജീവമാകുന്ന റെഡ് ക്രസന്റ് ആളുകൾ, റെഡ് ക്രോസ് കുറച്ചുകൂടെ പാശ്ചാത്യ വേരുകളുള്ള എല്ലായിടത്തുമുണ്ട് റെഡ് ക്രോസ്. അപ്പോൾ ഈ 2 സംഘടനകളും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഒഫീഷ്യലും അവിടെ കൊല്ലപ്പെട്ടു. ഇവരുടെ സപ്പോർട്ട് സ്റ്റാഫിൽ പെടുന്ന 7 പേർ, 15 പേര് മരിച്ചതിൽ 8 പേര് റെഡ് ക്രസന്റ് ജീവനക്കാരും 6 പേര് അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരും, ഒരാൾ യുണൈറ്റഡ് നേഷൻസിന്റെ ജീവനക്കാരനും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കിരാതമായ കാര്യമാണ്. നോക്കൂ, വേണമെങ്കിൽ പറയാം ഒക്ടോബർ 7, 2023 നടന്ന ആക്രമണം, ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണം അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. നിസ്സഹായരായ, പ്രതിരോധമൊന്നും ഇല്ലാതിരുന്ന 1200ഓളം ഇസ്രയേലി പൗരന്മാരാണ് അവിടെ കൊല്ലപ്പെട്ടത്, കിരാതമായി കൊല്ലപ്പെട്ടത്. അതിനുള്ള പ്രതികാരം കലി അടുങ്ങുന്നത് വരെ ഇസ്രയേൽ പ്രഹരിച്ചു കഴിഞ്ഞു. തിരിച്ചുള്ള പ്രഹരം, ആ പ്രഹരത്തിൽ മരിച്ചു വീണതിൽ 1,00,000-ലധികം പേര് അംഗഭംഗം വന്നു. 50,000-ൽ പരം പേര് റെക്കോർഡിക്കലി മരിച്ചു കഴിഞ്ഞു. വേറൊരു 12,000 പേരെ കാണാനില്ല. അങ്ങനെ ഡെത്ത് ടോൾ എന്ന് പറയുന്നത് ഡിഫാക്ടോ 62,000-ൽ അധികമായി മാറിയിരിക്കുന്നു. യുദ്ധം 2ാം ഘട്ടം തുടങ്ങിയതിനു ശേഷം, അതായത് ഒരു വെടിനിർത്തലിന് ശേഷം, ബന്ദി കൈമാറ്റം, വെടിനിർത്തൽ, ഒരു 35ഓളം ബന്ദികളെ ഒരു മാസം നീണ്ടുനിന്ന വെടിനിർത്തലിൽ കൈമാറി. അതിനുശേഷം ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിക്കപ്പെടുകയും വീണ്ടും യുദ്ധം തുടരുകയും ചെയ്തതിന് ശേഷം ഉടനെ നടന്നൊരു സംഭവമാണ്. ഇപ്പോഴാണ് ഇത് പുറത്തറിയുന്നത് എന്ന് ഉള്ളൂ. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ അത് പുറം ലോകം വെളിയിൽ അറിയുന്നു. കുഴിമാണം തോണ്ടി നോക്കിയപ്പോഴാണ് യൂണിഫോമിലുള്ള ശവശരീരങ്ങൾ ഇത്രയും എണ്ണം കിടക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി വിജയിക്കേണ്ടത് അമേരിക്കയുടെയോ ട്രംപിന്റെയോ മാത്രം ആവശ്യമല്ല, ഇസ്രയേലിന്റെയും ആവശ്യമാണ്. അപ്പൊ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ, ഗോ എഹെഡ് സിഗ്നൽ ഉണ്ട് എന്ന് കരുതണം. അതായത് നിങ്ങൾ പൂർണ്ണ ശക്തിയിൽ ആഞ്ഞടിച്ചോളൂ, വെടിനിർത്തൽ ലംഘിച്ചതൊന്നും കാര്യമാക്കേണ്ട, 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചിട്ട് പോലുമില്ല, അതുകൊണ്ട് ഇനി അധികം ബന്ദികളെ ജീവനോടെ വിട്ട് കിട്ടാനില്ല, അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യമായ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നതിലേക്ക് നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങൾ വേണ്ട ലോജിസ്റ്റിക്കൽ സഹായം ചെയ്തു തരാം. എന്നിട്ട് പൂർണ്ണമായി ട്രംപ് പറഞ്ഞതുപോലെ ഹമാസിനെ പുറത്താക്കിക്കൊണ്ട് ഗസയെ മറ്റൊരു മാസ്മര ലോകമായി, ഒരു പുതിയ ലോകമായി അമേരിക്ക സൃഷ്ടിച്ചെടുക്കാം എന്ന് അമേരിക്ക സ്വപ്നം കാണുന്നു. അറബ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ആകപ്പാടെ പുലിവാലി പിടിച്ചൊരവസ്ഥയിലാണ്. അവർക്കൊരു പദ്ധതിയുമായി അമേരിക്ക പറയുന്നത് അതുപോലെ അംഗീകരിച്ചു കൊടുത്താൽ അവർക്ക് മുഖം നഷ്ടപ്പെടും. അതുകൊണ്ട് അറബി തങ്ങളുടെ സഹോദരന്മാരായ പലസ്തീനിയൻ അറബികൾക്ക് വേണ്ടി, ഗസയിലെ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി തങ്ങളിത് $56 ബില്യൺ ചെലവഴിച്ചുകൊണ്ട് ഗാസ, അവരെ ആരെയും തന്നെ പുറത്താക്കാതെ ഗാസ പുനരുദ്ധാന പദ്ധതി അവർ മുന്നോട്ട് വെച്ചു. ഈജിപ്തിൽ കൂടിയ
അറബ് ലീഗിൻ്റെ സമ്മേളനത്തിൽ അവർ മുന്നോട്ട് വെച്ചു. പക്ഷെ അതൊന്നും ആരും അത്ര ഗൗരവമായി എടുത്തു കാണുന്നില്ല. ഇസ്രയേൽ പറയുന്നത് ഗാസയുടെ മണ്ണിൽ നിന്നും അവസാന ഹമാസ് മെമ്പറും ഒഴിഞ്ഞു പോയില്ല എങ്കിൽ ഞങ്ങൾ നിരന്തരം പ്രഹരിച്ചു കൊണ്ടേയിരിക്കും. ഇതൊരു തരം അൾട്ടിമേറ്റമാണ്. ഹമാസ് മുക്ത ഗാസ അത് സാധ്യമാകുമോ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പ്രകടനമുണ്ടായി. ഒറ്റ പ്രാവശ്യമാണ് ആ പ്രകടനം ഉണ്ടായത്. ഗാസയുടെ മണ്ണിൽ നിന്നുകൊണ്ട്, അത് വടക്കൻ ഗാസയിലാണ്, ഗാസ സിറ്റിയുടെ സമീപവും കിഴക്കൻ ഗാസയിലുമാണ്, ഹമാസിനെതിരെയുള്ള പ്രക്കാർഡുകളും മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് കുറേ പേർ, അത് 1000-ഓളം പേരെയാണ് ചിത്രങ്ങളിൽ കാണുന്നത്, അവർ ഹമാസ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്ന് അമേരിക്കയും ഇസ്രയേലും ക്ലെയിം ചെയ്യുന്നു. മറിച്ച് ഹമാസിന്റെ വക്താക്കൾ പറയുന്നത് അവർ ഇസ്രയേൽ വിരുദ്ധ, യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയത്. നോക്കൂ, ഒരു യുദ്ധത്തിൽ ഒരേ സംഭവത്തെ തന്നെ രണ്ട് രീതിയിലാണ് വിശകലനം ചെയ്യുന്നത്. ഒരു യുദ്ധത്തിൽ സംഭവിക്കുന്നത്, വാറിൽ സംഭവിക്കുന്നത്, ട്രൂത്ത് ഈസ് ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ വാർ, അല്ലേ? സത്യമാണ് ഒരു യുദ്ധത്തിൽ ആദ്യത്തെ രക്തസാക്ഷി. അപ്പൊ സത്യം എന്തോ, ഇതിലേതോ ഒന്നാണ് സത്യം, അല്ലെ ഇതിന് മധ്യത്തിലാണ് സത്യം ഇരിക്കുന്നത്. പക്ഷെ ഒരു പരിധിവരെ ശരിയാണ്, ഗാസയുടെ മണ്ണിനുള്ളിൽ ഗാസയുടെ ആളുകൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഒരുപക്ഷെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ച സമീപനം കുറച്ചൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അവർക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്നു, അത് വലിയ കാര്യമാണ്. ഇസ്രായേൽ പോലെ ഒരു ശക്തമായ രാജ്യത്തിനെതിരെ, അതിശക്തമായ സൈനിക സംവിധാനത്തിനെതിരെ 1.5 വർഷത്തിലധികമായി പിടിച്ചു നിൽക്കാനെങ്കിലും എക്സെപ്റ്റ് ചെയ്യാനെങ്കിലും സാധിച്ചത് വലിയ ഒരു സൈനിക രംഗത്തെ ഇനിയും ഒരുപക്ഷെ ഈ മിലിറ്ററി ആദ്യഘട്ടങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ച് ഇസ്രായേലിന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ അധികകാലം ഹമാസിന് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഹമാസ് പിടിച്ചു നിന്നു എന്ന് പറയുന്നത് ഈ ഇറാന്റെ സഹായമുണ്ട് എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലായിരുന്നു. ഇപ്പോൾ ഇറാന്റെ നേരിട്ടുള്ള സഹായത്തിന് ഒരു സ്കോപ്പുമില്ല. കാരണം അതിശക്തമായ സർവൈലൻസ് മെഷീനറി ഉണ്ട് അവിടെ. കടൽ വഴി ഒന്നും തന്നെ വരില്ല. അവർ ഓൾറെഡി സംഭരിച്ചു വെച്ച ആയുധങ്ങൾ, അവർ ഓൾറെഡി നിർമ്മിച്ച തുരങ്കങ്ങൾ, ഇസ്രായേൽ സൈന്യം 1.5 വർഷത്തോളമായി ഗാസയുടെ മണ്ണിൽ മേഞ്ഞു നടന്നിട്ടും ഈ തുരങ്കങ്ങളുടെ 60% നശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും മറ്റൊരു 40% ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ പൂർണ്ണമായി ഗാസയുടെ മേലുള്ള നിയന്ത്രണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഹമാസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഹമാസിനെ പുറത്താക്കൂ, ഹമാസ് സ്വമേധയെ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹമാസിന്റെ എല്ലാവരെയും പിടികൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതൊരു വലിയ ജനക്കൂട്ടമാണ്. ജനക്കൂട്ടത്തിനിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഹ്യൂമൻ ഷീൽഡുകൾ ഉപയോഗിച്ചാണ് അവർ യുദ്ധം നടത്തുന്നത്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. തീർച്ചയായും അതിനെ ഒട്ടും ന്യായീകരിക്കാനാവില്ല. നിസ്സഹായരായ കുട്ടികളും അമ്മമാരും സ്ത്രീകളും ഒക്കെ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം ഹമാസിനെ തേടി വരുന്ന മിസൈലുകളും ബോംബുകളും പതിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലും പള്ളികളുടെ മേലും ആരാധനാലയങ്ങളുടെ മേലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലും ആശുപത്രികൾക്ക് മേലുമാണ്. അപ്പം അവിടെ സാധാരണക്കാർ, രോഗികൾ, കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ കൊല്ലപ്പെടുന്നു. അതാണ് വലിയ നമ്പർ, അല്ലെ? ഹമാസിന്റെ ഒരുപക്ഷെ ഈ 50,000 പേര് മരിച്ചതിൽ ഹമാസിന്റെ പരമാവധി 10,000 മുതൽ 15,000 വരെ ഹമാസിന്റെ യോദ്ധാക്കൾ മരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ബാക്കി മരിച്ചതെല്ലാം തന്നെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിസ്സഹായരായ ആളുകളാണ്. ഇതൊക്കെ സത്യമായി തന്നെ അവശേഷിക്കുമ്പോൾ ഇപ്പോഴിതാ ഇറ്റ് ഇസ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. ഈ റെഡ് ക്രോസിൻ്റെയോ ആളുകൾ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂമിയിലേക്ക് പിന്നെ കടന്നു ചെല്ലാൻ പോലും ആവാത്ത രീതിയിലേക്ക് യുദ്ധം വികലമാക്കപ്പെടുന്നു. അപ്പം മനസ്സുകൾ അത്രത്തോളം മരവിച്ചോ? ഇതൊരു ചോദ്യമല്ലേ? അതായത് ഒരു യുദ്ധഭൂമിയിൽ നിഷ്പക്ഷരാണ് അവർ. ഈ പറയുന്ന ആതുര സേവന രംഗത്തുള്ള നഴ്സുമാർ നിഷ്പക്ഷരാണ്. അവർക്ക് രാഷ്ട്രീയമില്ല. മനുഷ്യരെ രക്ഷിക്കണം, മനുഷ്യ ജീവൻ രക്ഷിക്കണം, മനുഷ്യന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടണം. അതിനുവേണ്ടിയാണ് അവർ കടന്നു ചെല്ലുന്നത്. അവരെ കൂടി ആക്രമിക്കുകയാണ് എങ്കിൽ എല്ലാ സീമകളും, എല്ലാ ലക്ഷ്മണ രേഖയും അവിടെ ലംഘിക്കപ്പെടുന്നു. അപ്പൊ ഇതിനെ യുദ്ധമെന്ന് വിളിക്കാനാവുമോ അറിയില്ല. രണ്ട് കൂട്ടരും നടത്തുന്നത് വളരെ അനാരോഗ്യപരമായ ഒരു കാര്യമാണ്. അവരുടെ രണ്ടുപേരും പറയുന്ന ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പലസ്തീനിയൻസിന് വേണ്ടി, ഗാസയ്ക്ക് വേണ്ടി പറയുന്നതിൽ ന്യായമുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്ത് ഇസ്രയേലിനെ സുരക്ഷാപൂർവ്വം നിലനിൽക്കണമെന്ന് പറയുന്നതിൽ ന്യായമുണ്ട്. അപ്പോൾ ഇപ്പം ചോദിക്കാം, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ചോദിക്കാം, ഏതെങ്കിലും ഒരു പക്ഷം പറയൂ. അങ്ങനെ പക്ഷം പറയാൻ നമ്മുടെ മനസാക്ഷി ഒരിടത്തും ആർക്കും അടിയറ വെച്ചിട്ടില്ല. ആരും മനസാക്ഷി അടിയറക്കാൻ പാടില്ല. തെറ്റ് കണ്ടാൽ രണ്ടു പക്ഷത്തും തെറ്റുണ്ടെങ്കിൽ അത് രണ്ടും തെറ്റെന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുക എന്നതല്ല നമ്മുടെ കർത്തവ്യം. ഒരു കാര്യത്തെ മനസ്സിലാക്കണം, എന്താണ് സാഹചര്യം, അത് വിശകലനം ചെയ്യപ്പെടണം. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നീതികേടുകൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ തുറന്നു കാട്ടണം. അതിൽ റെഡ് ക്രോസിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ഒരു മനുഷ്യത്വ രാഹിത്യം തുറന്നു കാട്ടാനാണ് ഈ വീഡിയോ ഉപയോഗിച്ചത് എന്ന് മാത്രം.